കൂടുതലായി ഒന്നും പറയാനില്ല. മാത്യു പറഞ്ഞ മാതിരി തന്നെ കഥ കേട്ട് ഞാനും ചിരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചിരിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഈ പടം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഒരുപാട് നാളത്തെ സൗഹൃദമാണ് നൗഫലുമായിട്ട്. സൗഹൃദത്തിന്റെ ആധാരത്തിന്റെ സിനിമയായിരുന്നു. ഇപ്പോൾ ആ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ്. അത് നൗഫലിന്റെ ആദ്യത്തെ സിനിമ. അത് ഞാനും സജിനും വിജേഷും ഞങ്ങളുടെ ഉള്ളാഖ് ഫിലിംസിന്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ. അതിൽ വളരെയധികം സന്തോഷം. അതിലൊപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ ഇന്നും 5ാം വാരവും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലും ഭയങ്കര സന്തോഷം. എനിവേ, നൗഫലിന്റെ ആദ്യ സംവിധാന സംരംഭമാണെങ്കിൽ പോലും നൗഫലിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് കൂടാൻ പറ്റിയതിൽ, ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞങ്ങൾ മറ്റന്നാളെ ഷൂട്ട് തുടങ്ങുകയാണ്. വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി പടമായിരിക്കും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിനായി സജിൻ അലിയെ ക്ഷണിച്ചുള്ളൂ. അല്ല, ഈ പരിപാടിയിലെ കാശ് നമ്മൾ ചെലവാക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ പോകല്ല, ഇങ്ങോട്ട് നമ്മള് ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പരിപാടി സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ സംവിധായകനിലാണ്. ഈ സിനിമയിലും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അങ്ങോട്ട് തരികയാണ്. അതിൽ നോ എസ്കേപ്പ്. അല്ല, തമാശകൾക്കപ്പുറം. അതെ, യൂണിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ തിരിച്ചു പോകാനൊരു മാർഗമില്ല. 17 കൊല്ലമായിട്ട് നൗഫൽ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും ബലവും എല്ലാം. അപ്പൊ ഈ സിനിമ നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾ ചെയ്തോളൂ. അത്രേ പറയാനുള്ളൂ. സിനിൽ സൈനുദ്ദീനെ 2 വാക്ക് സംസാരിക്കുന്നതിലേക്ക്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഫ്ലോർ ഹൗസ്ഫുൾ ആയ പോലെ തന്നെ നമ്മുടെ പടവും ഹൗസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. കാരണം ചരിത്രം അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നന്ദി പറയേണ്ടത് എൻ്റെ സുഹൃത്തായ അഭിലാഷ് ശങ്കറിനോടാണ്. ഞങ്ങൾ തമ്മിൽ ഒരു 10-12 വർഷത്തിന് മേലെയുള്ള ഒരു ബന്ധമുണ്ട്. അപ്പോൾ അത് ഇങ്ങനൊരു പരിപാടി തുടങ്ങാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഷൈജൻ എന്നൊരു ക്യാരക്ടറുണ്ട്, അത് നീ ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ നൗഫൽക്കാരനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അതിൽ നൗഫൽക്കാരനെ കണ്ടു. സെറ്റ് കണ്ടപ്പോൾ തന്നെ സെറ്റ്. നമുക്ക് ആ ഒരു പരിപാടി പിടിക്കാമെന്ന് പറഞ്ഞാൽ ഇത്ര നാൾ താടി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, മെറിൻ്റെ കൂടെ മുമ്പ് അഭിനയിച്ച പടത്തിലും എനിക്ക് താടി ഉണ്ടായിരുന്നില്ല. ഹാപ്പി സർദാർന്നുള്ള മൂവിയായിരുന്നു കൂടത്താണ്. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇതില് കഥ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചിരിച്ചു. എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മുമ്പ് എൻ്റെ ഫാദർ ജനങ്ങളെ ചിരിപ്പിച്ച പോലെ. അത് എന്തായാലും എനിക്ക് ഓർമ്മയാണ്. അതിൻ്റെ സംഭവം ഇതിനകത്ത് ജ്യോതിഷും സനോടെ എഴുതി സാധനം സുനോടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചിരിച്ചു. നിങ്ങളും ചിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ റോണി. മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയുക, നല്ല കാര്യം പറയാണ്. കെട്ടിയോളാൻ്റെ മാലാക, ഹെലൻ, ആനന്ദം, കണ്ണൂർ സ്കോട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായ സിനിമകളാണ്. കെട്ടിയോളാൻ്റെ മാലാക നിസാം ബഷീർ, ആനന്ദം ഗണേഷ് രാജ്, അതുപോലെ തന്നെ മാത്തുക്കുട്ടി ശേഖർ, ഹെലൻ, കണ്ണൂർ സ്കോട്ട് റോബി. അപ്പോൾ ഇവരൊക്കെ നവാഗതരായിട്ട് വന്ന സിനിമകളിലൊക്കെ ഞാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മീഡിയയിലും കൂടി ഒരു ഇൻഫർമേഷൻ തരികയാണ്. അപ്പോൾ എന്നെ നവാഗതരുടെ സിനിമയിൽ വെച്ചാൽ ആ പടം ഹിറ്റാവുന്നതാണ് അതിനർത്ഥം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. പിന്നെ വേറെ കുറച്ച് നവാഗതരുടെ സിനിമകൾ പോയിട്ടുണ്ട്, എന്നാലും ആവറേജ് വയസ്സ് കൂടുതലാണ്. പിന്നെ മാത്യുവും മീനാക്ഷിയും പറഞ്ഞ പോലെ തന്നെ താങ്ക് യു നൗഷലക്ക. എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. അപ്പോൾ ഞാൻ ഈ യങ്സ്റ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ നമ്പറൊക്കെ പിടിച്ചാലേ പറ്റുള്ളൂ. വണ്ടിയുടെ ഷാറഫ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ഈ പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ നിസാറിനെയും ഒരുപാട് വർഷമായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചട്ടിമംഗളായ അബൂക്ക, അതുപോലെ തന്നെ മാത്യു, മീനാക്ഷി, ശരത്ത്,
സീനില് അപ്പൊ അടുത്തതായിട്ട് ശരത്ത് പ്രത്യേകം പറഞ്ഞത് രണ്ടു വാക്ക് പറഞ്ഞിട്ട് വിളിക്കണം എന്നുള്ളത്. ശരത്ത് മുമ്പോട്ട് വരിക. അപ്പൊ ഞങ്ങളുടെ സൈബർ സെല്ലിലെ ഓഫീസിലായിട്ട് ഇപ്പൊ ഗംഭീരമാക്കിയ ശരത്തിന് ഞാൻ കൊടുക്കുന്നു. അപ്പൊ വിനോദിന്റെ വക കയ്യടി അടുത്തത് ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളാണ് നിസാർക്ക് ഷജിനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക വിളക്ക് കൊളുത്തൽ ചടങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ വരെ വരാൻ പറ്റിയതിൽ എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഈ സിനിമയുടെ കഥ എനിക്കറിയാം. ഞാൻ ഈ അടുത്ത് മാർക്കോനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സത്യമാണെന്നല്ലോ ഉറപ്പായില്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇതിൻ്റെ കഥ അറിയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടീമാണ്. ഇത് ഒരു വൻ വിജയമായി മാറട്ടെ. നൗഫലിൻ്റെ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെറിൻ ഫിലിം. എനിക്ക് ഇരട്ടി മധുരമാണ്. കാരണം സൂക്ഷ്മദർശിനിക്ക് ശേഷം വരുന്ന സിനിമയാണ്. അത് മാത്രമല്ല, എൻ്റെ കഥാപാത്രം എനിക്കറിയില്ല. തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൽ ഒറ്റ നോക്കുന്നുണ്ട്. അപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് നൗഫലൊക്കെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്തു. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോ അതിനുശേഷം വീണ്ടും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ. ചാൻസ് തന്നെ നൗഫലിക്കാണ്.